വെൽക്കം ടു മൈൻഡ് മാത്ത്, ക്വിക്ക് കാൽക്കുലേഷൻസ് ഫോർ ക്വിക്ക് മൈൻഡ്സ്. മെൻ്റൽ അരിത്തമാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ മനക്കണക്ക് ചെയ്യണം. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ബൈ ഹാർട്ടായിട്ട് പഠിച്ച് വെക്കണം. അതിലാദ്യം പഠിക്കേണ്ടതാണ് സ്കിപ്പ് കൗണ്ടിങ് ഓഫ് 2. 2 കൂട്ടി പറയാൻ. അതായത് 2, 4, 6, 8, 10, 12, 14, 16, 18, 20 അങ്ങനെ പഠിക്കണം. അതുപോലെ 3, 6 അങ്ങനെ 30 വരെ. 2ൻ്റെത് 20 വരെ പഠിക്കുക, 3ൻ്റെ 30 വരെ പഠിക്കുക, 4ൻ്റെ 40 വരെ പഠിക്കുക, 5ൻ്റെത് 50 വരെ പഠിക്കുക, 6ൻ്റെ 60 വരെ പഠിക്കുക. ഇങ്ങനെ 10ൻ്റെത് 100 വരെ പഠിച്ചു വെച്ചാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. നമുക്ക് ഓരോന്നിൻ്റെ ആയിട്ടൊന്ന് പറഞ്ഞു നോക്കാം. സ്കിപ്പ് കൗണ്ടിങ് ഓഫ് 2. 2, 4, 6, 8, 10, 12, 14, 16, 18, 20. Next, skip counting by 3. 3, 6, 9, 12, 15, 18, 21, 24, 27, 30. Next, skip counting by 4. 4, 8, 12, 16, 20, 24, 28, 32, 36, 40. Next, skip counting by 5. 5, 10, 15, 20, 25, 30, 35, 40, 45, 50. Next, skip counting by 6. 6, 12, 18, 24, 30, 36, 42, 48, 54, 60. Next, skip counting by 7. 7, 14, 21, 28, 35, 42, 49, 56, 63, 70. Next, skip counting by 8. 8, 16, 24, 32, 40, 48, 56, 64, 72, 80. Next, skip counting by 9. 9, 18, 27, 36, 45, 54, 63, 72, 81, 90. Next, skip counting by 10. 10, 20, 30, 40, 50, 60, 70, 80, 90, 100. സോ ഈ സ്കിപ്പ് കൗണ്ടിങ്സ് ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. യു നീഡ് ടു ഗിവ് 2 ആപ്പിൾസ് ഫോർ 4 ഓഫ് യുവർ ഫ്രണ്ട്സ്. വിച്ച് ഓപ്പറേഷൻ ഈസ് കറക്റ്റ്? നിങ്ങൾക്ക് 2 ആപ്പിൾ വീതം 4 ഫ്രണ്ട്സിന് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 4 + 2 ഇങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും 2 ആപ്പിൾ വീതം കൊടുക്കാൻ പറ്റുമോ? ഇതാകെ 6 ആപ്പിളേ കിട്ടുന്നുള്ളൂ. 4 - 2 ചെയ്താലോ? 4ന് 2 കുറച്ചു, അപ്പോഴും ആവില്ല അല്ലേ. ഇനി 4 × 2. നെക്സ്റ്റ് 2 × 4. 2 ആപ്പിൾ വീതം 4 ആൾക്കാർക്ക് കൊടുക്കുന്നു. അപ്പോൾ 2 × 4 ആണ് കറക്റ്റ് ആൻസർ അല്ലേ. അപ്പോൾ ഇൻറ്റു മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ അത്ര പ്രാവശ്യം കൂട്ടുന്നതിന് പകരം ഇൻറ്റു ഇട്ടാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കിപ്പ് കൗണ്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കുന്നു. പിന്നെയുള്ളത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. നമുക്കറിയാം, ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു കൂട്ടം കുറക്കുകയോ അല്ലെങ്കിൽ കൂട്ടുകയോ ചെയ്യുന്നതാണ് അഡീഷനും സബ്ട്രാക്ഷനും. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണത്തിൽ നിന്നും ഒരു ഗ്രൂപ്പിന് നമ്മൾ എത്ര എണ്ണം ഉണ്ട് അങ്ങനെയുള്ളത് കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിൽ പോകാം, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാവും. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് യു ഹാവ് 12 candies ആൻഡ് ഗിവ് 5 to a friend, ഹൗ മെനി ആർ ലെഫ്റ്റ്? നിങ്ങളുടെ കയ്യിൽ 12 candies ഉണ്ട്, നിങ്ങൾ 5 എണ്ണം ഒരാൾക്ക് കൊടുത്തു. അത് നമുക്ക് വേഗം മനസ്സിലാവും. 12ന്ന് 5 കുറക്കണം. അപ്പോൾ എത്രയാണ്? യെസ്, ഇറ്റ് ഈസ് 7. അത് നമുക്ക് എല്ലാം കിട്ടും, വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യമൊന്നുമല്ല. നെക്സ്റ്റ്, ഇഫ് യു ആഡ് 8 and 6, 8ഉം 6ഉം കൂട്ടിയാൽ എത്രയാണ്? 8ഉം 6ഉം കൂട്ടിയാൽ എത്രയാണ്? 8 + 6 നമുക്കറിയാം 14 ആണ്. ഓക്കെ, അതും വലിയ ടഫ് ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ഈസിയാണ്. നെക്സ്റ്റ്, ഇഫ് യു ഹാവ് 10 apples ആൻഡ് ഈറ്റ് 5, ഹൗ മെനി ആപ്പിൾസ് ആർ ലെഫ്റ്റ്? നിങ്ങളുടെ കയ്യിൽ 10 ആപ്പിൾ ഉണ്ട്, 5 എണ്ണം കഴിച്ചു, പിന്നെ എത്ര ബാക്കി ഉണ്ടാവും? 10 - 5 = 5. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇഫ് യു ഡബിൾ ദ നമ്പർ 5, വാട്ട് ഡു യു ഗെറ്റ്? 5 ഡബിൾ ആക്കിയാൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക? യെസ്, 5ൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 2 5. എത്രയാണത്? യെസ്, 10. ഓപ്ഷൻ നമ്പർ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ഇഫ് യു ഹാവ് 20 rupees ആൻഡ് സ്പെൻഡ് 15 rupees, ഹൗ മച്ച് മണി ഡു യു ഹാവ് ലെഫ്റ്റ്? 20 രൂപയുണ്ട്, 15 രൂപ നിങ്ങൾ ചിലവാക്കിയാൽ നിങ്ങൾക്ക് എത്ര രൂപ ബാക്കി ഉണ്ടാവും? 5 rupees. ഓപ്ഷൻ നമ്പർ സി. നെക്സ്റ്റ്, ഇഫ് ദർ ആർ 5 baskets ആൻഡ് ഈച്ച് ബാസ്ക്കറ്റ്സ് ഹാവ്. അപ്പോൾ ഇത്ര വരെ നമ്മൾ പറഞ്ഞത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണ്. ഇനി പോകുന്നത് മൾട്ടിപ്ലിക്കേഷനിലേക്കാണ്. ഇഫ് ദർ ആർ 5 baskets ആൻഡ് ഈച്ച് ബാസ്ക്കറ്റ്സ് ഹാസ് 4 apples, ഹൗ മെനി ആപ്പിൾസ് ആർ ദർ ഇൻ ടോട്ടൽ? 4
ആപ്പിൾസ് 5 ബാസ്ക്കറ്റിലായിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ സ്കിപ്പ് കൗണ്ടിങ് ഓഫ് 5 പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ 4 പറയാം. 5 ആണെങ്കിൽ 4 ടൈംസ് പറയണം. അപ്പോൾ 5, 10, 15, 20. ഇനി 4 ആണെങ്കിൽ 5 ടൈംസ് പറയണം. 4, 8, 12, 16, 20. അപ്പോൾ ആൻസർ രണ്ടിലും എന്താ വരുന്നത്? 20 ആണ് വരുന്നത്. സോ ഓപ്ഷൻ നമ്പർ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇതിനാണ് സ്കിപ്പ് കൗണ്ടിങ് പഠിക്കാൻ പറഞ്ഞത്. നെക്സ്റ്റ്, ദർ ആർ 7 plates. ഈച്ച് പ്ലേറ്റ് ഹാസ് 3 cookies. 7 പ്ലേറ്റ് ഉണ്ട്. ഓരോ പ്ലേറ്റിലും 3 cookies ഉണ്ട് അല്ലേ? അപ്പോൾ ഹൗ മെനി കുക്കീസ് ആർ ദർ ഇൻ ടോട്ടൽ? അപ്പോൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ 3ൻ്റെ സ്കിപ്പ് കൗണ്ടിങ് പറയാം, അല്ലെങ്കിൽ 7ൻ്റെ. 3ൻ്റെത് പറയണമെങ്കിൽ 7 ടൈംസ് പറയണം. 7ൻ്റെ പറയണമെങ്കിൽ 3 ടൈംസ് പറയണം. അപ്പോൾ ടീച്ചർ ഈസിക്ക് വേണ്ടിയിട്ട് 7ൻ്റെത് പറയുന്നു. 7, പിന്നെ 14, പിന്നെ 21. അപ്പോൾ ആൻസർ എത്രയാണ്? 21 ആണ്. അപ്പോൾ ഈ ഇവിടെയുള്ള 2 നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്തിട്ട് മറ്റേത് എത്തുന്നവരെ സ്കിപ്പ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമുക്കതിൻ്റെ ആൻസർ കിട്ടുക. നെക്സ്റ്റ്, ഇഫ് ദർ ആർ 8 ഗ്രൂപ്പ്സ് ഓഫ് 2 പെൻസിൽ ഈച്ച്, ഹൗ മെനി പെൻസിൽസ് ആർ ദർ? നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്താണ്. പിന്നെ 8നെയോ അല്ലെങ്കിൽ 2നെയോ എടുക്കുക, എന്നിട്ട് സ്കിപ്പ് കൗണ്ട് ചെയ്യുക. 8 എടുത്താൽ നമുക്ക് 2 പ്രാവശ്യം ചെയ്താൽ മതി. അപ്പോൾ 8, 16. അപ്പോൾ ഉത്തരം എത്രയായിരിക്കും? ഓപ്ഷൻ നമ്പർ സി 16 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഈച്ച് ചൈൽഡ് ഗെറ്റ്സ് 5 candies. ഇഫ് ദർ ആർ 6 children, ഹൗ മെനി candies ആർ നീഡഡ് ഇൻ ടോട്ടൽ? എന്ത് ചെയ്യണം? സ്കിപ്പ് കൗണ്ട് ചെയ്യണം. 5ഉം 6ഉം ഉണ്ട്. അപ്പോൾ 5നെ 6 ടൈംസ് പറയാം. 5, 10, 15, 20, 25, 30. അപ്പോൾ എത്ര ആൻസർ വരും? ഓപ്ഷൻ നമ്പർ സി 30. നെക്സ്റ്റ്, ഇഫ് യു ഹാവ് 9 packs ഓഫ് crayons ആൻഡ് ഈച്ച് പാക്ക് ഹാസ് 4 crayons, ഹൗ മെനി crayons ഡു യു ഹാവ്? എന്ത് ചെയ്യുക? 9നെ 4 ടൈംസ് സ്കിപ്പ് കൗണ്ട് ചെയ്യുക. 9, 18, 27, 36. So answer is 36. Okay. Next question. ഇത് വേറെ രീതി. ഇതുവരെ നമുക്ക് ഉത്തരമാണ് കിട്ടിയത്. ഇപ്പോൾ ഉത്തരം തന്നിട്ട് ചോദ്യം എത്രയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഇഫ് ദർ ആർ 36 ആപ്പിൾസ് ആൻഡ് യു വാണ്ട് ടു ഷെയർ ദം ഈക്വലി എമംഗ് 6 people. ഇപ്പോൾ 36 ആപ്പിൾ ഉണ്ട്. അതെന്ത് ചെയ്യണം? 6 ആൾക്കാർക്ക് ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇങ്ങനെ വന്നാൽ ഇതിൽ വലിയൊരു നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു ചെറിയ നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പറിനെ സ്കിപ്പ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. എവിടെ എത്തുമ്പോഴാണോ 36 കിട്ടുന്നത്, അപ്പോൾ എത്ര സ്കിപ്പ് കൗണ്ട് നിങ്ങൾ ചെയ്തോ അതായിരിക്കും അതിൻ്റെ ആൻസർ. അപ്പോൾ 6, 12, 18, 24, 30, 36. എത്ര പ്രാവശ്യം ചെയ്തു? 1, 2, 3, 4, 5, 6 അല്ലേ? 6 പ്രാവശ്യം നമ്മൾ എഴുതിയില്ലേ? അപ്പോൾ ആൻസർ എത്രയാണ് വരിക? 6. നെക്സ്റ്റ്, ഇഫ് യു ഹാവ് 40 chocolates ആൻഡ് ഗിവ് 5 chocolates ടു ഈച്ച് ഫ്രണ്ട്. വലിയ നമ്പർ തന്നിട്ടുണ്ട്, സ്മോളും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 5ൻ്റെ സ്കിപ്പ് കൗണ്ട് 40 കിട്ടുന്ന വരെ ചെയ്യുക. 5, 10, 15, 20, 25, 30, 35, 40. 1, 2, 3, 4, 5, 6, 7, 8. Option number C is the correct answer. Next, if there are 24 marbles, if you want to give 3 marbles to each friend, how many children can get marbles? In the year 3 skip on the year 3, 6, 9, 12, 15, 18, 21, 24. How many times? 1, 2, 3, 4, 5, 6, 7, 8. So answer is option number C, 8. Next question. If you have 30 cookies and want to divide them equally among 5 children, how many cookies each will get? ഇതേപോലെ തന്നെ 5നെ സ്കിപ്പ് കൗണ്ട് ചെയ്യുക. അപ്പോൾ 5, 10, 15, 20, 25, 30. 1, 2, 3, 4, 5, 6 times. Next, if there are 45 candies and you want to give 9 candies to each friend, how many friends can get candies? 9 in the skip counting. 9, 18, 27, 36, 45. 1, 2, 3, 4, 5.
ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോ മണീനെ കുറിച്ചിട്ടാണ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.